നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2024 നവംബർ മാസം 20-ാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് SBI നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. ധാരാളം തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിലൂടെ നിരവധി ആളുകൾക്ക് ലക്ഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലെ പണം ലക്ഷ്യമിട്ട് സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പുമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. രാജ്യത്തെ ഉന്നത കുറ്റാന്വേഷണ ഏജൻസികളുടെ പേരിലുള്ള തട്ടിപ്പ് വ്യാപകമാണെന്നും അതിനാൽ ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണമെന്നുമാണ് ബാങ്ക് തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. SMS രൂപത്തിലും മറ്റ് സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വഴിയുമാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ എത്തുന്നത്. സൈബർ കുറ്റവാളികളുടെ എണ്ണവും കേസുകളും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ CBI ഉദ്യോഗസ്ഥരാണെന്നും ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണെന്നുമുള്ള വ്യാജേന നിങ്ങളെ സമീപിക്കുകയും ബാങ്ക് വിശദാംശങ്ങളും ഒപ്പം OTP പോലുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ളവയും ചോദിക്കുകയും ചെയ്യും. നിയമ നടപടി സ്വീകരിക്കുമെന്നടക്കമുള്ള വ്യാജ ഭീഷണിയിൽ വീഴരുതെന്നുമാണ് SMS വഴിയുള്ള മുന്നറിയിപ്പ്. ഇത്തരം തട്ടിപ്പിൽപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നഷ്ടമാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ പേരിലുള്ള കൊറിയർ വഴി MDMA പോലുള്ള മാരക ലഹരി മരുന്ന് കടത്താൻ ശ്രമിച്ചുവെന്നും ഇത് പിടികൂടിയെന്നും പറഞ്ഞ് തട്ടിപ്പുകാർ മൊബൈൽ നമ്പറിൽ വിളിക്കുന്നതാണ് മറ്റൊരു തട്ടിപ്പിൻ്റെ രീതി. നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനും വെർച്വൽ അറസ്റ്റിന് ഇരയാകാതിരിക്കാനും അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും ആദായ നികുതി വകുപ്പിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം എന്ന് നിർദ്ദേശിച്ച ശേഷം ഒരു അക്കൗണ്ട് നമ്പർ നൽകുന്നതാണ് മറ്റൊരു രീതി. ഇത്തരത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിവിധ സംഭവങ്ങളിലായി അനേകം കേസുകളും നിലവിൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണം. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ 254 കുടുംബങ്ങളെ കുടി ഒഴിപ്പിക്കുവാനുള്ള നീക്കത്തിൽ നിന്നും വഖഫ് ബോർഡ് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് 30-ന് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ച സാഹചര്യത്തിൽ നിശബ്ദ പ്രചരണം മാത്രമേ അനുവദിക്കുകയുള്ളൂ. നിയമവിരുദ്ധമായ ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യരുത്. ഉച്ചഭാഷിണികൾ ഉപയോഗിക്കാനോ ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാനോ പാടില്ല എന്നും ജില്ലാ കളക്ടറിന്റെ ഉത്തരവുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനിടയുള്ള ഒരു തരത്തിലുമുള്ള പ്രദർശനവും ബൾക്ക് SMS വോയിസ് മെസ്സേജുകൾ, സിനിമ, ടെലിവിഷൻ പരിപാടികൾ, പരസ്യങ്ങൾ, സംഗീത പരിപാടികൾ, നാടകങ്ങൾ, മറ്റ് സമാന പ്രദർശനങ്ങൾ എന്നിവയെല്ലാം തന്നെ കുറ്റകരമാണ്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വീണ്ടും മഴ സജീവമാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്നും തെക്കൻ അണ്ടമാൻ കടലിൽ വ്യാഴാഴ്ചയോടെ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുമുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഔട്ട്.